അപ്പൊ ഇന്നത്തെ പരിപാടി ഡ്രാഗൺ ചിക്കൻ. ഇത് അരിയണല്ലോ. കട്ടിംഗ് ബോർഡ് എടുക്കണല്ലോ. കട്ടിംഗ് ബോർഡ്. ഈ ചിക്കൻ ഒന്ന് പിടിക്കാമോ? അമ്മ കട്ടിംഗ് ബോർഡ് വലിച്ചു കയറ്റണം. എടാ വെയിറ്റ് ഒന്നുമില്ല. നീ വലി സൈലൻസ് കുറച്ച് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എടുത്തോണ്ട് പോ. നിന്റെ ക്രെയിനൊക്കെ എടുത്തോണ്ട് പോ. പിച്ചാതി ജസ്റ്റ് പീസ് തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് അല്ല ചെസ്റ്റ് പീസ് എങ്ങനെ പറയുന്നത്? നമ്മള് പോ. അതുകൊണ്ടാ പോ. കാലം പോയി പോകും. ചിക്കൻ മാത്രമായിട്ട് എടുക്കാം. അതിൽ നമ്മൾ കറി വെക്കത്തില്ല. വേറെ കറി വെക്കാം. എല്ല് കറി വെക്കാം. അത് അടുത്ത വീഡിയോയുടെ കണ്ടന്റുമായി. ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതേപോലത്തെ പീസുകൾ. ഇതേപോലത്തെ പീസ് ഇനി നമുക്ക് കഴുകിയെടുക്കാം. നമുക്ക് ഈ ഉരുളിക്കകത്തിട്ട് കഴുകാം. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഗൈസ്. അപ്പം നോക്കിക്കാൻ പോയി അടുപ്പൊക്കെ പോയി സെറ്റ് ചെയ്യടാ. ചെല്ലടാ പോടാ. അതൊക്കെ എപ്പോഴും എടുത്ത് വെച്ച് എന്താ കാഴ്ച കാണുക? കണക്ഷൻ കൊടുക്കും. എന്താ കണക്ഷനോ? ഈ സാധനങ്ങൾ മുളക് പൊടി സാധനങ്ങൾ ആ പൊടികൾ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് രണ്ട് ടീസ്പൂൺ മതി. എന്ത് കോൺഫ്ലവർ? അല്ല കോൺഫ്ലവർ പൊടിയുള്ളൂ. ഇവിടെയൊക്കെ കോൺഫ്ലവർ പൊടിയാ. അത് കോൺഫ്ലവർ പൊടിയാ. ഗ്ലൂക്കോസോ? ഈ ഗ്ലൂക്കോസ് ആരെങ്കിലും ചിക്കനകത്ത് ഇടുവോ? നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ? കൊണ്ട കഴിക്കളാ പോ. അപ്പോൾ ഗൈസ് ദേ ചിക്കൻ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് ദേ നമ്മൾ ഒരു ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ. വിതിരേ ശകലം കുരുമുളക്. ബ്ലാക്ക് പെപ്പർ. പടപടപടയെന്ന് ഇട്ടോ. കുരുമുളക്. ഓക്കെ. ഇടിച്ച മുളക് കുറച്ച് മതി. ഓക്കെ. ഇനി ദേ ഗ്ലൂക്കോസ് പൊടി. കോൺഫ്ലവർ ആണ് ഗൈസ്. കോൺഫ്ലവർ ലേശം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അവൻ്റെ കയ്യിലകത്തുനിന്ന് വല്ല ഇതൊക്കെ മാറ്റി കളർ കണ്ട് വാരി തിന്നാൻ. സോയ കുഴമ്പല്ല സോയ സോസ്. 2 ടീസ്പൂൺ അല്ല സ്പൂൺ സോയ സോസ്. ഓക്കെ. മുട്ടയാ 1. ഗൈസ് 2. ഇനി ഉപ്പാണ് വേണ്ടത്. പക്ഷെ എടുത്തിട്ടില്ല, മറന്നുപോയി. വീട്ടിലിരിക്കുക. ഇന്നും മറന്നടാ. പോയെടുത്തിട്ടോ. ഓടി പോയിട്ടോ. ശരി. അപ്പോൾ ഗൈസ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശകലം ഉപ്പ് ഇടണേ. മിക്സ് ചെയ്യാനായിട്ട് ഓടി വന്നാൽ ചെയ്തോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് വന്നിട്ടുണ്ട്. ഉപ്പൂടെ തട്ടി കൊടുക്കുക. ഉപ്പ് ഒഴിക്കട്ടെ. ഒഴി. അപ്പം ഗൈസ് ദേ പാത്രം ചൂടായി. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിനി ആ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതെ. എക്സ്ട്രാ BGM ഒന്നും വേണ്ട ഇവിടെ. സ്റ്റാൻഡപ്പ് കോമഡി പോകണം നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല. നമുക്ക് യൂട്യൂബ് ചാനലൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡപ്പ് കോമഡി. അവിടെ പോയി സ്റ്റാൻഡേർഡ് കോമഡി അടിക്കാൻ നിങ്ങൾ ഡ്രാഗൺ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടി ഇതൊരു വലിയ മുളക് ബജി പോലെ അല്ല വറുത്ത് വന്നപ്പോൾ. ഇറ്റായി വിളിച്ചതല്ല. അത് തന്നെ വരുവാ. ഇപ്പോൾ ഡെയിലി ഇങ്ങനെ വരുവാ. രാവിലെ വരും. വീഡിയോ ഇല്ല. ഇവിടുത്തെ ഒരു വീഡിയോ നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ അങ്ങനെ ഉണ്ട്. അഭിനയ കുലപതിയാ. സ്പൂണ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കോരിയിട്. അതിൻ്റെ ഇടയ്ക്കൂടെ കറുമുറാന്നൊക്കെ ആയിട്ടുണ്ട്. കഴിക്കാതെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കഴിച്ചു നോക്കാം നമുക്ക്. പടപടേന്ന് കോരിയിട്. ഇതെന്താ നിങ്ങൾ തോളത്തൊക്കെ ഇട്ടിരിക്കുന്നത്? അല്ല ഇവൻ കട്ട് ചെയ്തോളൂ. വീഡിയോ ചിക്കൻ മാത്രമേ ഉള്ളൂ. സ്വന്തം ചേട്ടൻ വരെ കഴിഞ്ഞു ഇനിയും കഷ്ണം കിടക്കുന്നു. കോരിയിട്. മുക്കാൻ നോക്കുന്നതാ. നമ്മളതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൂടെ ഇട് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് ലേശം ഇട്ട് കൊടുത്തു. ലേശം സവാള അവരിടത്തില്ല, നമ്മളങ്ങ് ഇടുക. അങ്ങ് ഒരു സവാള ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം. ഇട്ട് കൊടുക്കും. സവാള ഞാനിവിടെ അതെ ക്യാപ്സിക്കം കണ്ടോ. ചുവപ്പ്, മഞ്ഞ, പച്ച
എല്ലാം ഉണ്ട്. കീച്ചു നല്ലപോലെ നിളക്കിടും. ചെറുതായിട്ടൊന്ന് വെന്ത് വരണം, ഒരുപാട് വേവിക്കണ്ട. നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഓ നശിപ്പിച്ച് അതിൻ്റെ മണ്ടക്കൊക്കെ ഇട്ട് മതി. അപ്പം അതിനകത്തിലേക്ക് കുറച്ച് ചില്ലി കേട്ടോ. അപ്പം അതിനകത്തിലേക്ക് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. റെഡ് ചില്ലി സോസ് ഒഴിച്ചു. എവിടെയെങ്കിലും ഒരിടത്ത് ഒഴിക്കും മോനെ. കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ് ഒഴി. ഇത് മധുരവാ. ഇത് എത്ര വേണം ഇടാം? ഞെക്കി പിഴി പക്ഷേ അങ്ങോട്ട് എത്ര വേണമല്ലോ ഇടാന്ന് ശേഷം ഒഴിച്ചു. ഇത്തരം സാധനങ്ങളുണ്ട്. എന്തേ ക്രഷ്ഡ് ചില്ലി. അത് കൊല്ലോ മനുഷ്യനെ. സാമ്പാർ പൊടിയല്ല, തവി. അപ്പോൾ ഗൈസ് ദേ എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് നമുക്ക് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കാം. എനിക്ക് നോക്കണം. ചിക്കനൊക്കെ എരിവുണ്ട്. സെറ്റാ. പോരാ, നമ്മളുണ്ടാക്കിയ ആ ഗ്രേവി നമുക്ക് ഇതിനകത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കിട്ടാൻ ഇളക്കുവാൻ ശകലം വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചേക്കാം ഗൈസ്. ഓക്കെ. ഇപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കി ഇടണം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഗൈസ് ദേ ചിക്കൻ തട്ടി കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് ഇട്ടു. ആ ഗൈസ് നല്ലപോലെ ചിക്കൻ്റെ അതിലേക്ക് ഗ്രേവി പിടിച്ച് വരണം. അപ്പം ഗൈസ് ദേ ഇതേപോലെ നല്ലപോലെ ചിക്കൻ്റെ അതിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. കുറച്ച് നേരം ഒന്ന് സെറ്റായിരുന്നോട്ടെ. ഒരു 10-15 സെക്കൻഡ് അങ്ങനെ നിരുന്നാൽ സംഭവം ഓക്കെയാണ് ഗൈസ്. ദേ ഗൈസ് ഒരു പതുക്കെ താഴെ പോലെ. ആ ഗൈസ് നോക്കൂ, ഡ്രാഗൺ തീ തുപ്പ്. ഇത് കഴിച്ചാൽ തീയൊക്കെ തുപ്പൂടാ, തുപ്പിക്കും ഞങ്ങൾ. ഗൈസ് കാണാൻ എന്തൊരു മൊഞ്ചല്ലേ. ഒരു ചൈനീസ് കൊളാബറേഷൻ. വെള്ള എള്ളൂടി ഇട്ട് കൊടുക്കുക. ആഹാ, ഫോക്കസ് കരോ. ആഹാ, അടിപൊളി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അതെ, നീ കഴിച്ചും കൂടെ നോക്കാം. പൊറോട്ട എവിടെ? പൊറോട്ട ഡ്രാഗൺ ചിക്കൻ. ആട്ടി പൂച്ചയല്ലേ. അപ്പോൾ ഗൈസ് ദേ കഴിക്കാൻ പോവാണ്, കഴിച്ചു നോക്കാൻ പോവാണ്. അതിൻ്റെ ആ ഭംഗിയുണ്ടോ ഗൈസ്? നോക്ക് അതിൻ്റെ ഭംഗി നോക്ക്. അത്തപ്പൂ ഇട്ട പോലെ ഉണ്ട് ഗൈസ്. ഇനിയുണ്ട്. അപ്പം ഗൈസ് ദേ ഇങ്ങോട്ട് തട്ടിയിടുന്നു, കഴിക്കുന്നു. അടുക്കൊന്നും പോകണ്ട മോനെ. ആഹാ, ഒരു ചിക്കൻ ഒരു ഓലക്കാലിൻ്റെ തുമ്പൊക്കെ പറന്ന് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ തെങ്ങും തോട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് കഴിക്കുന്നത്. വാവ്, ഡ്രാഗൺ. ഫോക്കസ് ആയോ ചിക്കൻ പീസ്. സാധനങ്ങളുണ്ട്. പുള്ളിയേ ചൈനീസ് ഐറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനമാണ്. വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. എവിടെ പറ സൂപ്പർ. ഇവിടെ സൂപ്പർ സാധനമാണ്, ഒരു രക്ഷയില്ല. പിന്നെ കേട്ടിട്ടാണ് കുറച്ച് സ്പൈസിയാണ് കേട്ടോ. സ്പൈസി സാധനങ്ങൾ നമ്മൾ ചേർത്ത്, അപ്പം സ്പൈസി ആവുമല്ലോ. അത് വലിയ കഷ്ണം കേട്ടോ. ഞാനിവിടെ മാറ്റി വെച്ചത്. ഇത് കണ്ടോ, ഒരു പൊറോട്ട എടുക്കുക, അത് 3 കഷ്ണം ചിക്കൻ ടിക്കറ്റ് ഇങ്ങനെ മടക്കുക. കുറച്ച് ആരും കഴിച്ച കണ്ടില്ലെന്നാ വിചാരം. ഞാനാണ് ചിക്കൻ മാത്രം എടുത്തത് ഇങ്ങനെ. ഡ്രാഗൺ ചിക്കൻ ഗംഭീര സാധനമാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുപ്പിനെ തുപ്പും. നല്ല അരിയാണെങ്കിൽ നല്ലപോലെ തുപ്പും. പൊക്ക നവധാരങ്ങളിലൊത്തി വരും.
പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും 3, 4 ലവ് is short but life is short, love is short but love is short, love is long but life is short, life is short but wife is short,